ഹായ് ആൾ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ്? പൗരന്മാരുടെ മൗലിക ചുമതലകൾ. മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി പ്രകാരമാണ്. 1976 ഭരണഘടനാ ഭേദഗതി. 1976 42ാം ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത മൗലിക കടമകൾ എത്രയാണ്? 10 മൗലിക കടമകളാണുള്ളത്. നിലവിൽ 11 മൗലിക കടമകളുണ്ട്. 42ാം ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഭാഗം 4A പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? അനുച്ഛേദം 51A ആണ്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കൂട്ടിച്ചേർത്തത്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കൂട്ടിച്ചേർത്തത്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഏത് രാജ്യത്തിൽ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തത്? റഷ്യ. സോവിയറ്റ് യൂണിയൻ, റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ്? ഭരണഘടനയുടെ ദേശീയ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക. രാജ്യത്തിൻ്റെ പരമാധികാരവും ഐക്യവും സംരക്ഷിക്കുക. പരിസ്ഥിതിയെയും പൊതു സ്വത്തിനെയും സംരക്ഷിക്കുക. ശാസ്ത്രീയ മനോഭാവം വളർത്തുക. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗകര്യം ഏർപ്പെടുത്തുക. മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടന ഏതാണ്? 4A. ഭരണഘടനാ ഭാഗം 4A. പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 51A. ആശയം കടമെടുത്തതാണ് റഷ്യ, സോവിയറ്റ് യൂണിയനിൽ നിന്ന്. ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 1977 ജനുവരി 5 ഉൾപ്പെടുത്തുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഉൾപ്പെടുത്തുമ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. നിലവിൽ എത്ര മൗലിക കടമകളാണുള്ളത്? 11 മൗലിക കടമകൾ. 11ാമത്തെ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് എന്നാണ്? 2002 11ാമത് കടമ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 86ാം ഭേദഗതി ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഉൾപ്പെടുത്തിയത്. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗമാണ്? 4A. ഭരണഘടനാ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 51A. മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തതാണ് റഷ്യ, സോവിയറ്റ് യൂണിയനിൽ നിന്ന്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുമ്പോൾ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഈ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഇല്ലായിരുന്നു. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 1976. 1976 42ാം ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത്. എന്നാണ്? 1977 ജനുവരി 10 ഉൾപ്പെടുത്തിയത്. ജനുവരി 10. നിലവിൽ മൗലിക കടമകളുടെ എണ്ണം എത്രയാണ്? 11. 11ാമത് മൗലിക കടമ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2002. 11ാമത് മൗലിക കടമ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 86ാം ഭേദഗതി. 86ാം ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ആർട്ടിക്കിൾ ഏതാണ്? 51A. ഉൾപ്പെടുത്തിയ വർഷം 1976. എന്തൊക്കെയാണ്? എബിഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി റെസ്പെക്റ്റ് ഇറ്റ്സ് ഐഡിയൽസ്. എന്താണ്? ഭരണഘടനയിലെ ദേശീയ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക. പിന്നെന്താണ്? രാജ്യത്തിൻ്റെ പരമാധികാരവും ദേശീയ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക. രാജ്യത്തിൻ്റെ പരമാധികാരവും ഐക്യവും സംരക്ഷിക്കുക. പരിസ്ഥിതിയെയും പൊതുമുതലിനെയും സംരക്ഷിക്കുക. ശാസ്ത്രീയ മനോഭാവം വളർത്തുക. പിന്നെന്താണ്? പൊതുമുതൽ സംരക്ഷിക്കുക. രാഷ്ട്രീയത്തിൻ്റെ നാച്ചുറിനെയും എൻവയോൺമെൻറ്റിനെയും സംരക്ഷിക്കുക. പിന്നെന്താണ്? പ്രൊമോട്ട് ദി ഹാർമണി ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് ദി കോമൺ ബ്രദർഹുഡ്. എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരമാധികാര ഐക്യവും സംരക്ഷിക്കുക. പരിസ്ഥിതിയെയും പൊതുമുതലിനെയും സംരക്ഷിക്കുക. ശാസ്ത്രീയ മനോഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്തിയെടുക്കുക. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഒരുക്കി കൊടുക്കുക. എന്താണ്? 42ാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. എന്നാണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ആർട്ടിക്കിൾ ഏതാണ്? 51A. ആർട്ടിക്കിൾ 51A. ഉൾപ്പെടുത്തിയ വർഷം 1976. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഉൾപ്പെടുത്തിയത്. ഭരണഘടനയുടെ ഏത് ഭാഗമാണ്? 4A ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 51A. മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി.
മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ആർട്ടിക്കിൾ 326 എന്താണ്? പ്രായപൂർത്തി വോട്ടവകാശം. 1988 61 ഭേദഗതിയാണ് വോട്ടവകാശം എന്താണ്? ഒരു നിയമാവകാശമാണ്. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? ഭരണഘടനയിൽ ദേശീയ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക, രാജ്യത്തിൻ്റെ പരമാധികാര ഔക്യവും സംരക്ഷിക്കുക, പരിസ്ഥിതിയെയും പൊതുമുതലിനെയും സംരക്ഷിക്കുക, ശാസ്ത്രീയ മനോഭാവം വളർത്തുക, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സൗകര്യം ഒരുക്കി കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുക, ഹോപ്പ് ഫ്രീഡം നൽകുക, പിന്നെന്താണ്? ഈക്വാലിറ്റി നൽകുക, ട്രസ്റ്റ് ചെയ്യുക, വിശ്വാസ്യത നൽകുക, പിന്നെന്താണ്? ഹോപ്പ് പരസ്പരം ഹോപ്പ് ചെയ്യുക, ജസ്റ്റിസ് നീതി നടപ്പാക്കുക, പിന്നെന്താണ്? റൂൾ ഓഫ് ലയബിലിറ്റി കടമകൾ ഉൾപ്പെടുത്തുക. മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭരണഘടനാ ഭാഗം 4A ആണ്. മൗലിക കടമകളെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 51A. 51 മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? റഷ്യ, സോവിയറ്റ് യൂണിയനിൽ നിന്ന്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരംഗ് സിംഗ് കമ്മിറ്റി. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ നല്ല കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ഹൈപ്പ് ചെയ്യാം, എല്ലാം ചെയ്യാം, ഒന്ന് കൂടെ കൂടുക.